ഈനെ കൊണ്ട് വെട്ടാം, ഈനെ കൊണ്ടും വെട്ടാം. അപ്പൊ ഞാൻ എന്തുകൊണ്ട് വെട്ടും? ഇത് ആനേനെ കൊണ്ട് വെട്ടാം. ആനേനെ കൊണ്ട് വെട്ടിയാൽ എനിക്ക് രാജാവിന് ചെക്ക് കൊടുക്കാം. മനസ്സിലാവും? അപ്പൊ എന്റെ ആനേനെ അറിയില്ല മൊത്തം വെട്ടു. രാജാവ് നീ പിന്നെ ചെക്ക് കൊടുക്കണേ. അടുത്ത് വെട്ടാൻ പോണത് രാജാവോ? ചെക്ക് അതായത് എനിക്ക് രാജാവിനെ വെട്ടാം, പക്ഷെ രാജാവിന് ചെക്ക് വിളിക്കാം. അങ്ങനെ രാജാവ് നമുക്ക് ഒറ്റടി വെട്ടാൻ പറ്റില്ല. ചെക്ക് വിളിച്ച് തോപ്പിക്കും. ഇനി വേണമെങ്കിൽ നേരെ ഇങ്ങനെ പോവാം. ഇത് കൊണ്ടിട്ട് അവന്മാരെ ഇതിനെ വെട്ടിക്കൂടെ? എന്തുകൊണ്ട്? ഇതുകൊണ്ടോ? ഇതിന് ഇങ്ങോട്ടല്ലേ വെട്ടാൻ പറ്റുള്ളൂ. ഇതിന് ക്രോസ് ആയിട്ട് പോയിക്കൂടി. ഇതിന്റെ ഈ കളർ ഉണ്ടെങ്കിലേ വെട്ടാൻ പറ്റുള്ളൂ അല്ലേ? സ്വന്തം ആൾക്കാരൊന്നും ആരും വെട്ടൂല. അത് പോവണം. ഈ തേരിവിടെ കുടുങ്ങി കിടക്കുക. ഈ പഠിക്കണോണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഉറക്കം വരും. എന്ത് പഠിച്ചാലും ഉറക്കാണല്ലേ. കുതിരനെടുത്ത് ഇവിടെ വയ്ക്കും. വെട്ടി അമ്മരെ ഇല്ല, ഇറക്കിയതാണല്ലേ. ഈ അടുത്ത് ഈ ആനക്ക് ഇങ്ങനെ ഇത് വെട്ടിക്കൂടെ? നമ്മുടെ ആദ്യം നമ്മൾ പഠിക്കേണ്ട പാഠം സ്വന്തം ആൾക്കാരെ പിന്നിൽ നിന്ന് കുത്താൻ പാടില്ല. അതാണ് ചെസ്സിൽ പഠിക്കേണ്ടത്. എനിക്ക് ഈ ആനേനെ വെട്ടാം, പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവര് ഇതുകൊണ്ട് നമ്മളെ വിട്ടും. മനസ്സിലായോ?